നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും നാളെ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറിയാണ് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി 0.14% മാത്രം ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 0.28% നേട്ടവും മിഡ് ക്യാപ്പ് 0.5% മുകളിൽ നേട്ടത്തിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണികളിൽ ഒട്ടുമിക്ക വിപണികളും ഇന്ന് ഇടിവിൽ തന്നെയായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.32% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 1.64% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.57% ഇടിവിലും, ജക്കാർത്ത കോമ്പോസിറ്റ് 1.57% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.10% ഇടിവിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ഫ്രാൻസ് മാർക്കറ്റ് 0.26% ഇടിവിൽ, ജർമ്മൻ മാർക്കറ്റ് 0.34% ഇടിവിൽ, UK മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. US മാർക്കറ്റുകളും ഒരു ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് പറയുകയാണെങ്കിൽ നാളെ നിഫ്റ്റിയിൽ ഏകദേശം ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് ഇപ്പോഴത്തെ നില വെച്ച് സാധ്യതയുള്ളത്. കൂടുതലായിട്ട് നമുക്ക് നാളെ രാവിലെ അനലൈസ് ചെയ്യാം. ക്രൂഡ് ഓയിൽ വളരെ നല്ല നേട്ടത്തിലാണ്, ഏകദേശം 3% മുകളിൽ നേട്ടത്തിലാണ്. ബിറ്റ്കോയിൻ 1.5% ഇടിവിൽ $104,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡും ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ ടെൻഷനുകൾക്കിടയിൽ നേട്ടത്തിലാണ്. നാച്ചുറൽ ഗ്യാസ് 7% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, കാരണം ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണുള്ളത്. ഈ ട്രേഡിംഗ് കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധ തരം ടൂളുകൾ, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാണ് ഉണ്ടായിരിക്കുക. 3,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസത്തേക്ക് വെറും 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റുകളിലേക്കാണ്. നിഫ്റ്റിയിൽ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഡേ ഹൈക്ക് അരികെ വരെ നിഫ്റ്റി എത്തി. നിഫ്റ്റി ബാങ്കാണ് ഇന്ന് നിഫ്റ്റിയുടെ ഉയർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. നിഫ്റ്റി ബാങ്ക് ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് റെക്കോർഡ് ഹൈക്ക് അരികെയാണ്. മിഡ് ക്യാപ്പ് 600-ലേറെ പോയിന്റ്സ് ഉയരുകയുണ്ടായി. ഇന്ന് നിരവധി സെക്ടറുകൾ നല്ല പെർഫോമൻസ് നടത്തി. നിഫ്റ്റി PSU ബാങ്ക്, FMCG, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളാണ് നല്ല പെർഫോമൻസ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കാൻ പറഞ്ഞ ഒരു സെക്ടർ കൂടിയായിരുന്നു റിയാലിറ്റി. ഇന്ന് 2.31% ഉയർന്നത്. ഇന്ന് വലിയ ഇടിവ് നേരിട്ട 2 സെക്ടറുകളായിരുന്നു നിഫ്റ്റി IT-യും നിഫ്റ്റി മെറ്റൽ. ഇതിൽ തന്നെ വലിയ നഷ്ടമുണ്ടാക്കിയ ധാരാളം സ്റ്റോക്കുകളുണ്ട്. ടാറ്റ സ്റ്റീൽ 1.23% ഇടിഞ്ഞു, JSW 1.5% ഇടിഞ്ഞു, വേദാന്ത 0.7%, ഹിൻഡാൽകോ 0.38%, ജിൻഡാൽ സ്റ്റീൽ 0.5%, ഹിൻഡ് സിങ്ക് 1% മുകളിൽ എന്നിങ്ങനെയാണ് ഇടിവുണ്ടാക്കിയത്. ഈ ഇടിവിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും ഒന്ന് ഫോക്കസിൽ വെക്കേണ്ട ഒരു വിഷയം കൂടിയാണ്, കാരണം ഇത് വരുന്ന ദിവസങ്ങളിലും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന ജൂൺ 4, അതായത് ഈ വരുന്ന ബുധനാഴ്ച മുതൽ എല്ലാ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്കും 50% തീരുവ US ചുമത്താൻ പോവുകയാണ്. US-ലേക്കുള്ള ഇന്ത്യൻ സ്റ്റീൽ, അലുമിനിയം കയറ്റുമതികൾ ഇനി മുതൽ കുത്തനെയുള്ള തീരുവ നേരിടേണ്ടി വരും. ഇനി നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് 2024-25 ഈ വിഭാഗത്തിൽ US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ആകെ എത്രയാണെന്നും ഓരോ സ്റ്റീലിൻ്റെയും അതുപോലെ അലുമിനിയത്തിൻ്റെയും എല്ലാം തരം തിരിച്ചിട്ടുള്ള കണക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കുകയാണ്. $4.56 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി ഉണ്ടായിരുന്നത്. ഇരുമ്പ്, സ്റ്റീൽ എന്നിവയിൽ $587.5 മില്യൺ കയറ്റുമതി നടന്നിട്ടുണ്ട്. ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് $3.1 ബില്യൺ കയറ്റുമതി നടന്നു. അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 860 മില്യൻ്റെ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്ന നഷ്ടം നോക്കിയാൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് വാർഷിക നഷ്ടം 1.5 മുതൽ $2 ബില്യൺ വരെ ആകാം. US-ലേക്കുള്ള കയറ്റുമതി കുത്തനെ കുറയാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഓട്ടോ പാർട്സ്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, പാക്കേജിംഗ് എന്നിവയിലാണ്. ഇനി പ്രധാനപ്പെട്ടതായിട്ട് ഇതിൽ ബാധിച്ച കുറച്ച് കമ്പനികൾ നമുക്ക് നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, നാൽക്കോ തുടങ്ങിയ കമ്പനികളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ എക്സ്പോർട്ടിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് US-ലേക്കൊക്കെ പോകുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ടതെല്ലാം ഡൊമസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ, ഡിഫൻസ് തുടങ്ങിയ മേഖലകളിലേക്കാണ്. അത് ഇന്ത്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് സെയിലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള സ്റ്റീൽ കമ്പനികളെല്ലാം ഇന്ന് 0.5% മുതൽ 1.5% വരെ ഇടിഞ്ഞപ്പോൾ സെയിൽ 1% മുകളിൽ നേട്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. അടുത്തത് APL അപ്പോളോ ട്യൂബ്സ് എന്ന കമ്പനിയാണ്.
ലീഡിംഗ് സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചേഴ്സ് ആണ് അവർ. കൂടുതലും ഡൊമസ്റ്റിക് സെയിൽസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് US-ലേക്കുള്ള സെയിൽസ് ഒന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, കൂടാതെ രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ്, ടാറ്റ LXC, ബോഷ്, മദർസൺ സുമി വയറിംഗ്, വേദാന്ത തുടങ്ങിയ കമ്പനികളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും ജൂൺ 4 അതിനുശേഷവും സ്റ്റീൽ അലുമിനിയം സ്റ്റോക്കുകൾ ഫോക്കസിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കിയാൽ എംഫസിസ് ഏറ്റവും വലിയ ക്ലയൻറ്റിനെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ എംഫസിസ് 3% ഇടിയുകയുണ്ടായി. ഈ ക്ലയൻറ്റിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ നഷ്ടം കമ്പനിക്ക് ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇതിന് കാരണമായത്. കൂടാതെ ഇന്ന് പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ M&M നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് 1% നേട്ടമുണ്ടാക്കി. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഡൊമസ്റ്റിക് സെയിൽസിൽ ഒരു ഇടിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് 1% ഇടിഞ്ഞു. ഹീറോ മോട്ടോകോർപ്പ് 2% ഇടിവുമാണ് ഉണ്ടാക്കിയത്. കൂടാതെ മറ്റ് സ്റ്റോക്കുകളിൽ ഇർക്കോൺ പുതിയൊരു EPC ഓർഡർ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം 2% ഇന്ന് ഉയർന്നു. ജീനസ് പവർ 6% നേട്ടമുണ്ടാക്കി റിസൾട്ടുകൾക്ക് ശേഷം. Q4 റിസൾട്ട് മോശമായതിനെ തുടർന്ന് പൂർവാങ്കര 8% ഇടിഞ്ഞു. സ്പന്ദന സ്പോട്ടിഫൈ 7% ഇടിവ് Q4 റിസൾട്ടിന് ശേഷം ഇന്നുണ്ടാക്കി. ഇതൊക്കെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ കുറച്ച് വാർത്തകളും നാളെ ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് വാർത്തകളുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ രാവിലെ വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.